ഹായ് ആർമീസ്, ഞാൻ വന്നു കേട്ടോ. നമ്മുടെ ചേക്ക് ഉറങ്ങുമല്ലായിരുന്നു. ഇപ്പം എന്തെടുക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. ബാ നിൽക്കി. ചിറ്റേനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ചിറ്റേ ചിറ്റേ എവിടാ ചിറ്റേ? ഞാൻ ഇവിടെ ഉണ്ടിട ചെറുക്ക. നീ എവിടെ പോവാടാ സുന്ദരക്കുട്ടനായിട്ട്? രാവിലെ നേരത്തെ എണ്ണീറ്റല്ലോ, എവിടെ പോവാ? പുറത്ത് വരും പോകണം ചിറ്റേ. അതാ ഫുഡൊന്നും വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോണം. പിന്നെ ചിറ്റിക്ക് വല്ലതും വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ മേടിച്ചോണ്ട് വരാം കേട്ടോ. ഞാൻ എന്നാൽ പോവാ ചിറ്റേ. നീ മോൻ പോകുന്നേ പൊക്കുവന്നെങ്കിൽ എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം. അവിടെ ചെന്നിട്ട് എന്നെ വിളിച്ചാൽ മതി കേട്ടോ. അന്നേരം ചെല്ലെന്നെങ്കിൽ സൂക്ഷിച്ച് പോയിട്ട് പോവാ കേട്ടോ. നമ്മുടെ ചേക്ക് അതും പറഞ്ഞ് കാർ എടുത്ത് പുറത്തോട്ട് പോയി. നമ്മുടെ ദേവുട്ടി കിച്ചണിലാന്ന് നോക്കാം. നമുക്ക് ചെന്ന് നോക്കിയാൽ പിന്നെ എന്ത് നടന്നെന്ന്. പിന്നെ അതും പറഞ്ഞ് തിരിഞ്ഞത് ദേവുട്ടിയിലായിരുന്നു ഒരു പാത്രം താഴെ വീണു. എൻ്റെ ദൈവം, ആ നശിച്ചവൾ എൻ്റെ പാത്രം പൊട്ടിച്ചെന്ന്. 1-2 പാത്രമല്ലേ പൊട്ടിക്കുന്നത്. ഇന്ന് അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇന്ന്. ഈ സമയത്ത് ആരീ ഫോൺ ചെയ്യുന്നത്? ചിറ്റേ, ഞാനാ. എന്തായാലും വാങ്ങണമെന്നറിയാൻ വേണ്ടി വിളിച്ചതാ. മോനായിരുന്നു. പച്ചക്കറി കുറച്ച് വാങ്ങണം അവിടെ, വേറെ ഒന്നും വാങ്ങണ്ട. ആണ് ചിറ്റേ, അന്ന് ഈ പച്ചക്കറി ഞാൻ വാങ്ങിക്കൊണ്ട് വരാം കേട്ടോ. മോൻ വരാറായോ? പച്ചക്കറിയൊക്കെ മതിയോ ചിറ്റേ? അതറിയാൻ വേണ്ടി വിളിച്ചായിരുന്നു. ശരി എന്നൊക്കെയാ. ഫോൺ എടുത്തുകൊണ്ട് പോയി, പക്ഷെ ഓഫാക്കാൻ മറന്നുപോയി. നമ്മുടെ ചേക്കയുണ്ട് കേട്ടോ ഫോണിനകത്ത്. കട്ട് ചെയ്യാൻ മറന്നുപോയി. പിന്നെ ഞാൻ നടന്ന് നോക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ പാത്രമല്ലേ പണ്ടാരം പിടിച്ചത് പൊട്ടിച്ചല്ലോ ഡേ. എടി നശിച്ചവളെ, നീ എൻ്റെ പാത്രമെല്ലാം പൊട്ടിച്ചോളാം. നിന്നെ എന്ന് ഞാൻ ഇവിടെ നിർത്തി അന്ന് തൊട്ട് തുടങ്ങിയത് നീ എൻ്റെ സാധനങ്ങളെല്ലാം തല്ലി പൊട്ടിക്കുന്നത്. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിന്ന് പോയിക്കില്ല. വൈകിട്ടത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. ആദ്യം പറഞ്ഞ ആ സ്ത്രീ പോയി. നമ്മുടെ ദേവൂട്ടി കരഞ്ഞുകൊണ്ട് റൂമിലോട്ട് ഓടിപ്പോയി. പിന്നെ നമ്മുടെ ചേക്ക എല്ലാം കേട്ടോണ്ടിരിക്കുക. പിന്നെ എന്നാ സംഭവിച്ചതെന്ന് നോക്കാം. ചിറ്റയിൽ നിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ച് എളുപ്പിച്ചെന്നില്ല. അവളെ ഇറക്കി വിടും ഉറപ്പല്ലേ. അവളെ ഇറങ്ങിപ്പോവും. ഞാൻ പെട്ടെന്ന് ചെല്ലട്ടെ. അതും പറഞ്ഞ് ചേക്ക് കാർ എടുത്തുകൊണ്ട് പെട്ടെന്ന് പോകാൻ തുടങ്ങി. പിന്നെ എന്നാ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഹായ് ആർമീസ്, നമ്മുടെ ദേവൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുന്നേ നമ്മുടെ ചേക്ക് വരുകയില്ലോ എന്ന് നമുക്ക് നോക്കാം അല്ലേ. അതുവരെ നമുക്ക് കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിന് വേണ്ടി. ഞാനും കാത്തിരിക്കും, നിങ്ങളും കാത്തിരിക്കില്ലേ?